നമസ്കാരം. ക്യാപ്സ്യൂൾ കേരളയ്ക്ക് വേണ്ടി ഇന്നൊരു പുതിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കോഫ് സിറപ്പ് തന്നെയാണ്. കോഫ് സിറപ്പ് ഇന്ത്യയിൽ നമുക്കറിയാം വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഷയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് കുട്ടികൾ ചില തരം കോഫ് സിറപ്പുകൾ കഴിക്കുകയും അതിനാൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കോഫ് സിറപ്പ് കൊണ്ടാണ് അല്ല മരിച്ചതെന്നും നമുക്കറിയാം. കോഫ് സിറപ്പല്ല, കോഫ് സിറപ്പിൽ കടന്നുകൂടിയിട്ടുള്ള ചില വിഷാംശങ്ങൾ കൊണ്ടാണ്. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന വിഷാംശങ്ങൾ എന്തോ രീതിയിൽ അതിൻ്റെ അകത്തേക്ക് കടന്നുകൂടുകയും അതാണ് കുട്ടികൾക്ക് വൃക്കകൾ പരാജയപ്പെടുന്നതിനും മരണം സംഭവിക്കാനും കാരണമായിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിപ്പം കോഫ് സിറപ്പിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഈ കോഫ് സിറപ്പുകളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ചെറിയ ഉൽപ്പാദകരാണ്. ചെറിയ തോതിൽ നടത്തുന്ന കമ്പനികളാണ്. ഈ കമ്പനികൾ വലിയ തോതിലുള്ള മാർക്കറ്റിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ട് ആണ് പ്രചരിപ്പിക്കുന്നത്. ആ കോഫ് സിറപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകം ശ്രദ്ധ നേടുകയുണ്ടായി. ലോകാരോഗ്യ സംഘടന പ്രത്യേകിച്ച് ഫ്ലാഗ് ചെയ്തിരിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് വരുന്ന അതിലുള്ള കോഫ് സിറപ്പുകൾ കഴിക്കരുത്, അത് റിസ്ക് ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ ഇതിനെക്കുറിച്ച് നിലപാടെടുത്തിരിക്കുന്നു. അമേരിക്കയിൽ CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ളത് നമുക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആ ഒരു ചുറ്റുപാടുകളിൽ നമുക്ക് ഇതേക്കുറിച്ചുള്ള ചില നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് കോഫ് സിറപ്പ് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചർച്ച. എല്ലാ കോഫ് സിറപ്പും മോശം തകരാറുണ്ട് എന്നുള്ളതല്ല. തകരാറുള്ള കോഫ് സിറപ്പുകൾ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ കോഫ് സിറപ്പുകളെ പറ്റി നമുക്കൊരു നിലപാടുണ്ടാവണം. രണ്ടാമത്തത്, തകരാറുണ്ടാകുന്ന കോഫ് സിറപ്പുകളെ അറിയാനായിട്ട് തിരിച്ചറിയാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ആർജവം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എത്തിലീൻ ഗ്ലൈക്കോൾ, ഡയത്തിലീൻ ഗ്ലൈക്കോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടുപോകാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. അതായത് ചെറുകിട ഫാർമസികളും ഒക്കെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന മരുന്നുകളിലാവണം ഇത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്ത് എന്താണ് കോഫ് സിറപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ട്. കോഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ ദ്രവരൂപത്തിലുള്ള എല്ലാ മരുന്നുകളും കോഫ് സിറപ്പുകളല്ല. ഉദാഹരണത്തിന് ആംബിസിലിൻ കൊടുക്കുന്നുണ്ട്, സാൽബ്യൂട്ടമോൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കോഫ് സിറപ്പുകളല്ല. കോഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില പ്രത്യേക ഘടകങ്ങൾ അതിനകത്ത് ഉള്ളതിനാണ് കോഫ് സിറപ്പ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ ചുമയെ അടക്കി നിർത്താനായിട്ടുള്ള കോഫ് സപ്രസൻ്റ് എന്ന് പറയുന്ന ഘടകങ്ങൾ ചേരുക. 2, ആൻറ്റി ഹിസ്റ്റമിൻസ് ഉണ്ടാവുക. 3, എക്സ്പെക്ടറൻ്റ്, കഫം പുറത്തു പോകാനായിട്ട് സഹായിക്കുക. 4, കഫത്തിനെ ദ്രവീകരിക്കാനായിട്ട് സഹായിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേരുന്ന ഇങ്ങനെയുള്ള ഈ 4 ഞാൻ പറഞ്ഞ 4 ഘടകങ്ങളിൽ 2 3 എണ്ണം ചേരുന്നതാണ് കോഫ് സിറപ്പുകൾ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. അത് മാത്രമാണ് കോഫ് സിറപ്പ്. ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ലായനികൾ അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ ഒന്നും തന്നെ കോഫ് സിറപ്പുകളല്ല. അതുകൊണ്ട് അവർക്ക് ആൽബെൻഡസോൾ കൊടുക്കുന്നുണ്ടാവാം, വൈറ്റമിൻ ഡി കൊടുക്കുന്നുണ്ടാവാം, പലതരത്തിലുള്ള വിറ്റാമിനുകളും ആൻറ്റിബയോട്ടിക്കുകളും ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതും ഒക്കെ തന്നെ കുട്ടികൾക്ക് ലായനി രൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ കൊടുക്കാം. അതെല്ലാം കോഫ് സിറപ്പുകളല്ല. കോഫ് സിറപ്പുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണമെന്ന് പറയുന്നതിന് തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ ബാക്കിയുള്ള മരുന്നുകളൊക്കെ രോഗത്തിന് ചികിത്സിക്കുമ്പം കോഫ് സിറപ്പുകൾ രോഗലക്ഷണത്തിൻ്റെ സിംറ്റമിന് മാത്രം ചികിത്സിക്കുന്ന സിംറ്റം നിയന്ത്രിക്കുക, സിംറ്റം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് തോന്നിക്കുക, അങ്ങനെ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് കോഫ് സിറപ്പുകളെയും കൂടെ വിലയിരുത്തേണ്ടി വരുന്നത്. അപ്പോൾ കുറേ ഡോക്ടർമാരെങ്കിലും പറയുന്നുണ്ട് കോഫ് സിറപ്പ് കൊടുക്കാം, കോഫ് സിറപ്പ് മാർക്കറ്റിലുണ്ടെങ്കിൽ അത് കൊടുക്കാമെന്നാണല്ലോ അർത്ഥം എന്നാണ്. മാർക്കറ്റിലുള്ള എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്, നമ്മളെല്ലാം മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കാറില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരാളിന്, ഒരു അഡൽട്ടിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കാര്യം ഒരു അഡൽട്ടിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി തീരുമാനിക്കാനുള്ള അവർക്ക് കഴിവില്ല. അവരവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള മുതിർന്ന ആൾക്കാരും പറയുന്നത് അപ്പടി വിശ്വസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് മറ്റൊരു ചിന്ത പോലും വരികയില്ല. ഇപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ കണ്ടിട്ട് നീ ഈ മരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും കഴിക്കുന്നതാണ്. അപ്പോൾ ആ വിശ്വാസത്തിന് നമ്മൾ യാതൊരു രീതിയിലും തകർക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അവിടെ ആണ് മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നത്. കോഫ് സിറപ്പുകൾ
കഴിച്ചാൽ കോഫ് സിറപ്പത്തിന് നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ മാത്രമുള്ള കോഫ് സിറപ്പുകൾ കുട്ടികൾക്ക് കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പഠനങ്ങൾ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നടന്നിട്ടുണ്ട് കോഫ് സിറപ്പിൻ്റെ കാര്യത്തിൽ. കോഫ് സിറപ്പുകൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് എന്തെങ്കിലും രോഗം നിർണ്ണയിക്കാനോ രോഗം മാറ്റാനോ രോഗത്തിൻ്റെ കാലദൈർഘ്യം കുറയ്ക്കാനോ എന്തെങ്കിലും ഗുണമുള്ളതായിട്ടുള്ള തെളിവുകൾ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന മെഡിക്കൽ പ്രാക്ടീസിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വേണം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ആ രീതിയിലുള്ള എവിഡൻസ് ബേസ്ഡ് അല്ല. മാത്രമല്ല ലോകാരോഗ്യ സംഘടന ഓരോ 2 വർഷം കൂടുമ്പോൾ അവർ ഈ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ്, റെക്കമെൻഡഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ് എന്നുള്ള ഒരു ലഘുലേഖ മുമ്പോട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അവസാനം വന്നേക്കുന്ന ലഘുലേഖയിലും ഈ ഹാൻഡ് ബുക്കിലും കോഫ് സിറപ്പുകൾ പറയുന്നില്ല. കുട്ടികൾക്ക് അതുകൊണ്ട് കോഫ് സിറപ്പിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അവർ രോഗം കണ്ടിട്ട് രോഗം എന്താണെന്ന് കണ്ടിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക. അത് ലായനിയായിട്ട് തന്നെ കൊടുക്കാം. ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും കൊടുക്കാം. പക്ഷേ അതേ കൊടുക്കാവൂ. കോഫ് സിറപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുക്കരുത്. പിന്നെ കോഫ് സിറപ്പിലെ ഇൻഗ്രീഡിയൻറ്റുകൾ തന്നെ ചിലതിനൊക്കെ അത്ര യുക്തിസഹമല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇറാഷണൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന അതും വരാം. ഇപ്പോൾ ഡെക്സ്ട്രോ മെത്തോർഫാനും അതും ആൻറ്റി ഹിസ്റ്റമിനും എല്ലാം കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൻ്റെ അത് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ പ്രത്യേകിച്ച് കാര്യമില്ല. അതില്ലാത്തത് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക്. കുട്ടികൾക്ക് അതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഡെക്സ്ട്രോമെത്തോർഫൻ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിന് ചെറിയ തോതിൽ ഒന്ന് മന്ദീഭവിപ്പിക്കും. അത് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ആൻറ്റി ഹിസ്റ്റമിനും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു മന്ദതയും ഉറക്കമൊക്കെ ഉണ്ടാവും. ഇത് കുട്ടികളുടെ പ്ലേ ടൈം കൊടുക്കുക. അവർ കോഗ്നിറ്റീവ്ലി മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നിൽക്കുന്നതാണല്ലോ എപ്പോഴും നല്ലതായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ക്യാപ്സ്യൂൾ കേരള എന്തായാലും കോഫ് സിറപ്പ് കുട്ടികൾക്കുള്ള കോഫ് സിറപ്പ് നമ്മൾ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പൊതുവെയുള്ള ഡോക്ടർമാരും ഈ ഒരു നിലപാടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അവശ്യ മരുന്നുകളുടെ ലിസ്റ്റിൻ്റെ അകത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ളതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. അത് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി കോസ് എന്ന് പറയുമല്ലോ, അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മതിയാകും. അതിന് പകരം മാർക്കറ്റിലുള്ളതുകൊണ്ട് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അത് നമ്മുടെ ഡോക്ടർമാരുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്നതിനോട് അത്ര പൂർണ്ണമായിട്ട് യോജിക്കാൻ നിവൃത്തിയില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടത് അതിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ മുമ്പോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലല്ലോ. കോഫ് സിറപ്പ് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം കഴിയും. അങ്ങനെയാണ് നമ്മൾ കോഫ് സിറപ്പുകളെ കാണേണ്ടത്. കോഫ് സിറപ്പ് ശരിക്കും നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ചികിത്സാ രീതിയായിട്ടാണ് ക്യാപ്സ്യൂൾ കേരള കരുതുന്നത്. വളരെ നന്ദി.